ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നൈറ്റ് പറപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നൈറ്റ് പ്രാക്കളെ പറപ്പിക്കുമ്പോൾ പ്രാക്കളെ നമുക്ക് കാണാനായിട്ട് വയ്ക്കുന്ന LED ലൈറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പറപ്പിക്കുന്നതും അതിനുള്ള എങ്ങനെയാണ് നൈറ്റ് പറപ്പിക്കുന്നതിനുള്ള വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ലൈറ്റിനെ കുറിച്ചാണ്, ഒരു ലൈറ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ലോഫ്റ്റിൽ തന്നെ പല തരത്തിലുള്ള പല വെറൈറ്റിയിലുള്ള പല വെറൈറ്റി വാട്ട്സെല്ലിലുള്ള ലൈറ്റ് LED ലൈറ്റൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ ഒരുപാട് മുന്നേയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് MH ആണ്, മെറ്റൽ ഹാലഡ് ലാമ്പ് എന്ന് പറയുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ് എന്ന് പറയുമ്പോൾ ബൾബ് ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ബൾബാണ് അതിൽ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ ലൈറ്റിൽ പ്രാക്കളെ പറപ്പിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടാവും. അതിനുശേഷം പിന്നീട് വരുന്നത് ഹാലജൻ എന്ന് പറഞ്ഞിട്ട് ലൈറ്റായിട്ടുള്ള ഒരു ട്യൂബ് പോലത്തെ ചെറിയൊരു വിരലിൻ്റെ കനമൊക്കെ ഉള്ള ഒരു ട്യൂബ് പോലത്തെ ഒരു ബൾബ് വരുന്ന ഒരു ഹാലജൻ എന്ന് പറയുന്ന ഒരു ലൈറ്റാണ്. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് എല്ലാവരും LED മാറിയത്. അപ്പോൾ ഈ LED തന്നെ പല വോൾട്ടിൽ ഇപ്പോൾ പല വെറൈറ്റിയിൽ LED ലൈറ്റ് കിട്ടുന്നുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് ഈ MH നേരത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന MH എന്ന് പറയുമ്പോൾ നല്ല കറണ്ട് കൂടുതൽ പിന്നെ പോകുന്നതാണ്, എടുക്കും. അത് ആ ലൈറ്റ് കറണ്ട് കൂടുതലായിട്ട് എടുക്കുന്ന ഒരു ലൈറ്റാണ്. അതേപോലെ തന്നെയാണ് ഈ ഹാലജൻ എന്ന് പറയുന്ന ഈ പണ്ട് ഈ ക്യാമറമാൻമാരൊക്കെ കൊണ്ടു നടക്കുമ്പോൾ ലൈറ്റ് അടിക്കില്ലേ, അതുപോലത്തെ ഒരു ഫിലിമെൻ്റ് ഉള്ള ഒരു നീളത്തിലുള്ള ഒരു ട്യൂബ് വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് ഇപ്പോഴും വെച്ച് ഉപയോഗിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ലൈറ്റിനൊക്കെ ഭയങ്കര ഹീറ്റാണ്, ചൂടാണ്. ഈ മെറ്റഡ് ഹാലഡ് ലാമ്പ്, അതായത് MH എന്ന് പറയുമ്പോൾ അത് ഒരു 2-3 മണിക്കൂറൊക്കെ കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ പവർ കട്ട് അല്ലെങ്കിൽ കറണ്ട് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു 20 മിനിറ്റ് ചിലപ്പോൾ അരമണിക്കൂർ വരെ കഴിഞ്ഞിട്ടായിരിക്കും അത് വീണ്ടും ഓണാവുന്നത്. അത് കത്തിച്ചിട്ട് തന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയാലേ ഫുൾ പവറിലോട്ട് വരികയുള്ളൂ. എന്നാൽ ഇന്നത്തെ കാലം അതൊക്കെ മാറിയിട്ട് സ്വിച്ച് ഇട്ടാൽ ഉടനെ തന്നെ നല്ല പ്രകാശമുള്ള LED ഇറങ്ങിക്കഴിഞ്ഞു. അതിൽ 200 ഉണ്ട്, 50 മുതൽ അങ്ങോട്ട് പലതരത്തിലുള്ള LED ലൈറ്റുകൾ ഇന്ന് വിപണിയിലുണ്ട്. ഓൺലൈനിലൊക്കെ ചിലർ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അല്ലാതെയും വാങ്ങുന്നവരുണ്ട്. അപ്പോൾ നമുക്കിന്ന് പറയാനായിട്ടുള്ളത്, നമ്മൾ നേരത്തെ ഞാനും ഈ ലൈറ്റിലൊക്കെ വെച്ച് പറപ്പിച്ച ഒരു വ്യക്തിയാണ്. ഈ ലൈറ്റിൽ 200 വാട്ട്സിൻ്റെ ഈ MH ഞാനും പ്രാവിനെ പറപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഹാലജൻ്റെ ബൾബ് വാങ്ങി ഡയറക്റ്റ് കൊടുക്കുന്ന 1000 വാട്ട്സിൻ്റെ ബൾബൊക്കെ വാങ്ങിച്ച് അതിൽ ഒരു ഫ്രെയിമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി അതിലും പ്രാക്കളെ പറപ്പിച്ചിട്ടുണ്ട്. അത് പിന്നെ പുറത്ത് ഗ്ലാസ് വെക്കത്തില്ല, അല്ലാതെ തന്നെ ഡയറക്റ്റ് പ്രകാശം മുകളിലോട്ട് പോകത്തൊക്കെ ലെവലെടുത്ത് വയ്ക്കും. അത് പ്രാവ് പറന്നിറങ്ങിയതിന് ശേഷം നേരെ താഴെ ഇറക്കി വയ്ക്കും. അങ്ങനെയുള്ള ഒരു ലൈറ്റാണ്. പക്ഷേ അത് 1000 വാട്ട്സാണ്, നല്ല കറണ്ട് ആവും അതിന്. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ LED വന്നത്. അപ്പോൾ LED ഞാനൊരു 200 വാട്ട്സിൻ്റെ LED നമ്മൾ സാധാരണ പറപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു അടാറ് സാധനം ഇപ്പം അതായത് പുള്ളി ഇമ്പോർട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ലൈറ്റ് കിട്ടാനിടയായി. റേറ്റ് നമ്മളിപ്പോൾ 200ൻ്റെ ഒരു LED പ്രകാശം എത്രയാണോ അതിൻ്റെ ഒരു 2 ഇരട്ടി പവറൂടെ കിട്ടും. ഞാനിപ്പം പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ലൈറ്റിന്. അത് ഇമ്പോർട്ടഡ് ലൈറ്റാണ്, 1 ഇയർ വാറണ്ടിയൊക്കെ ഉണ്ട്. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പോളി സാധനം എന്ന് തന്നെ പറയാം. അമ്മാതിരി ഒരു ലൈറ്റ്. അതിൻ്റെ 200 സോറി ഞാൻ പറഞ്ഞ 200 നമ്മൾ നേരത്തെയൊക്കെ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് 300, 400, 500 ഏകദേശം ഒരു 3.5-4 കിലോയ്ക്കകത്ത് ഇതിൻ്റെ വെയിറ്റ് വരും. ആ ലൈറ്റ് മാത്രം ഒരു 3.5-4 കിലോ വെയിറ്റ് വരും. നമ്മളിപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റ് ഒരു 2 കിലോയ്ക്ക് അകത്തൊക്കെ വരുള്ളൂ, ഒരു 200 വാട്ട്സിൻ്റെതാണെങ്കിൽ. അപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രത്യേകത നല്ല നല്ല ഹൈറ്റിൽ പൊട്ടിലൊക്കെ നിൽക്കുന്ന പ്രാക്കളെയൊക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റും. വൈറ്റാണ്, വാം വൈറ്റ് ഈ ലൈറ്റിലില്ല. വൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നത്.
അപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, നല്ല വൈഡായിട്ട് ഇതിൻ്റെ പ്രകാശം കിട്ടും. നല്ല ലോങ്ങിൽ ഇതിൻ്റെ പ്രകാശം നമുക്ക് കിട്ടും. പ്രാവിനെ കറക്റ്റായിട്ട് ക്ലാരിറ്റിയിൽ, പൊട്ടിൽ നിന്നാലും ക്ലാരിറ്റിയിൽ കാണാൻ നോക്കും. 200-ന്റെ വാട്സൊക്കെ വെച്ച് നമ്മൾ പറത്തിയിട്ടുണ്ട്. അതിലൊക്കെ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി അതൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മങ്ങിയ ഒരു ലെവലിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ലൈറ്റ് വെച്ചപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ പ്രാവിനെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഹെവി പ്രകാശമാണ്. അപ്പോൾ ഇത് ഈ വലിയ ഗോഡൗൺ അങ്ങനത്തെ വലിയ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണ്. നമുക്ക് പ്രാവിനെ പറത്താനായിട്ട് മാത്രം ലൈറ്റ് എന്തായാലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മറ്റുള്ള വലിയ യാർഡുകളിൽ, വലിയ ഗോഡൗൺ, അങ്ങനെയുള്ള ടർഫ്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ലൈറ്റിൻ്റെ വീഡിയോ ഒന്ന് കാണാം. പിന്നെ പ്രാവ് പറപ്പിക്കുന്നതിൻ്റെയും ആ ലൈറ്റിൽ പ്രാവ് പറപ്പിക്കുന്നതിൻ്റെ വീഡിയോയും ഞാൻ ഇതിലിടാം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കാണുമ്പോഴും മനസ്സിലാവും. നേരത്തെ പറപ്പിച്ച പ്രാക്കൾ ആ വെട്ടത്തിൽ പറപ്പിച്ച ആ പ്രകാശം എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് ഇപ്പോൾ എന്തായാലും കാണിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഇപ്പോൾ മറ്റേ ലൈറ്റാണ് വെച്ചിട്ടുള്ളത്, പുതിയ ഹാലജൻ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ക്ലാരിറ്റി കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ കാണിച്ച LED ലൈറ്റ് തികച്ചും വാട്ടർ പ്രൂഫാണ്. മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് വെള്ളം ഇതിനകത്ത് ഒരു കാരണവശാലും കയറില്ല. തികച്ചും 100% വാട്ടർ പ്രൂഫാണ്. നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, വേറെ കുഴപ്പമില്ല. ഇതിന് മുന്നേ ഉപയോഗിച്ചവരും അത് നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ലൈറ്റ് വളരെ മികച്ച ഒരു ലൈറ്റാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. കാര്യം പ്രാവ് പറപ്പിക്കുന്നവർ പലതരത്തിൽ പ്രാവുകൾ ഹൈറ്റ് കയറി പോകാറുണ്ട് നൈറ്റ്. ചില പ്രാവുകൾ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി മീഡിയം ഹൈറ്റിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ചില ലൈറ്റുകളിൽ
നല്ല ഹെവി ഹൈറ്റ് കയറിപ്പോയി കഴിഞ്ഞാൽ കാണാൻ ഒക്കില്ല. എന്നാൽ ഇത് നമുക്ക് 100% കണ്ണിന് കാണാൻ പറ്റുന്ന ഹൈറ്റ് വരെ കറക്റ്റായിട്ട് ക്ലാരിറ്റിയിൽ കിട്ടുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ നമ്മൾ 3000 അല്ലെങ്കിൽ 2800 3000 രൂപ കൊടുത്ത് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ വാങ്ങുന്ന ലൈറ്റിനേക്കാളും വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലൈറ്റാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഈ ലൈറ്റ്. അപ്പോൾ മാക്സിമം ഇപ്പോൾ വില നോക്കിക്കഴിഞ്ഞാൽ ചില നല്ല സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ഉപയോഗമുള്ളവർ ആവശ്യക്കാർ മാക്സിമം ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് പുള്ളിയുടെ അടുത്ത് സംസാരിക്കുക. പിന്നെ ഇത് ഓർഡർ ചെയ്താലേ കിട്ടത്തുള്ളൂ. ഒരാഴ്ചയോളം ചിലപ്പം 8 ദിവസം അടുപ്പിച്ച് ഡിലേ ആവും. എന്ന് വെച്ചാൽ ആ സാധനം നമ്മളിപ്പോൾ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ അവരെടുത്ത് ഇവിടെ അത് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഫോണിൽ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധനം എടുത്തു തരും. അപ്പോൾ ആ നമ്പറിൽ ഞാൻ ഈ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ആവശ്യക്കാർ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.